ഈ അധ്യായത്തിൽ ഇനി നായിക എന്ന വിഷയത്തിൽ കവിത ചൊല്ലാനെത്തുന്നു അഞ്ജന. അഞ്ജന സുന്ദരിയായൊരു നായികയാണോ നായകനാണോ? നായകനാണ്. അതാണ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അല്ലേ? ഏത് നായകനാണ് ഇന്നിവിടെ? വി മധുസൂദനൻ സാറുടെ വേടന്റെ ആത്മകഥം എന്ന കവിത. നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. നന്ദി ചേച്ചി. വേടനായിരുന്നു ഞാൻ, വേട്ട എൻ്റെ ജീവിതം, മേൽഞ്ഞരമ്പുമെല്ലുമാണ്ടവില്ലു മാത്രമായുധം, വേട്ട പെണ്ണിനെയും എൻ്റെ മക്കളെയും ഊട്ടുവാൻ പാട്ടിൽ വന്നതഷ്ടിയാക്കി രാപ്പകൽ തുഴഞ്ഞവൻ, തിന്നുവാൻ ഒഴിച്ചു കൊന്നതില്ല ഒന്നിനെയുമേ, പുണ്യപാപഭേദമൊന്നും ഓർത്തിരുന്നതില്ല ഞാൻ. അന്നൊരിക്കലുൾ വെളിച്ചമുള്ളവർ പറഞ്ഞു, നീ മന്ത്രമായൊരു കഴിക്കണം, മരാ 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 ചെയ്വനയ്ക്കു വന്നു പോയ ഛേദമൊക്കെ മായണം. മെയ് മറഞ്ഞിരുന്നിടുന്ന നിന്നെ നീ ഉണർത്തണം, മെയ് മറഞ്ഞിരുന്നിടുന്ന നിന്നെ നീ ഉണർത്തണം. കണ്ണടച്ചുറക്കെ ഞാൻ ജപിക്കയായി മരാ മരാ, വിണ്ണുമീ അരണ്യവും ഹസിക്കയായി മരാ മരാ, ചുറ്റിനും തളിർത്തു പൂത്തടിഞ്ഞുണർന്ന കാട്ടിലെ പുറ്റിലാണ്ടൊരെൻ്റെ മേനി ചെറ്റുമോർത്തതില്ല ഞാൻ. അണ്ടകോടി മന്ത്രമാല ചുറ്റവേ മരാ മരാ, മരാ 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 രാമ നാമമായി, രാമ 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 നാമമായി. ഇത്രയോളമുള്ള ഞാൻ നഭസ്സുപോൽ പടർന്നുവോ, എത്രയോ പരന്ന വാനമെന്നിലേക്കൊതുങ്ങിയോ, എന്തുമെന്നുമെന്നിലെ നിറഞ്ഞു നിൽക്കയല്ലയോ, എങ്ങുമേതുമായിരിപ്പതൊക്കെ ഞാനുമല്ലയോ, എങ്ങുമേതുമായിരിപ്പതൊക്കെ ഞാനുമല്ലയോ. അമ്പുകൊണ്ട പക്ഷി ഞാൻ, അതിനിണക്കരച്ചിൽ ഞാൻ, അമ്പുകോർത്ത വേടനുള്ളൊരന്ധമാം വിശപ്പു ഞാൻ, എൻ്റെയാണു ലോകപാപം, എൻ്റെയാണു വേദന, എൻ്റെയാണതിൻ്റെ മേൽ തലോടിടുന്ന ചേതന. ബ്രഹ്മകാനനത്തിലെ തരങ്കിണി തടത്തിലെ കാമമോഹിതാന്ധ ജീവനമ്പു കൊണ്ടു വീഴവേ, ബ്രഹ്മവീണയാദിമ ശ്രുതി പ്രരോഹമാകവേ, എന്നിലൂടുണർന്നതാണ് മാനിഷാദ വൈഖരി, എന്നിലൂടുണർന്നതാണ് മാനിഷാദ വൈഖരി. കാലമാകുമക്ഷമാല എണ്ണി എണ്ണി എൻ മനം, കാട്ടുപുറ്റമർന്നു മന്ത്രസാധകം തുടർന്നു പോയി, രാമ 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 രാഗഗീതിയിൽ രാപ്പകൽ കൊരുത്തഴിഞ്ഞു കാലവും ലയിക്കയായി. അന്തരാ മഹാവിഹായസം തെളിഞ്ഞു നിൽക്കവേ, ഇന്ദ്രിയങ്ങളിൽ തിരിച്ചു ചെന്നു ജ്ഞാനരക്ഷണം. ശൈലവും നദീപ്രവാഹവും മറിഞ്ഞു പോകയോ, ശീല
കുലവും സ്വഭാവവും തരം തിരിഞ്ഞു പോകയോ, ലോകമോ സ്വയം മെനഞ്ഞു പോവതേതു ദിക്കിലോ, നാവിലക്ഷരം തിരിച്ചതേതു ജന്മശക്തിയോ, വേദിയന്നു വാഴുവോനുമുള്ളിലോ മരാമര, ലോകവും മരാമര, കാലവും മരാമര, രാമ രാമ ചൊല്ലിയോ മരാമരായിലെത്തിപ്പോൾ, രാമ രാമ ചൊല്ലിയോ മരാമരായിലെത്തിപ്പോൾ. നാവുകൊണ്ടു ചൊല്ലുവാൻ മതേതരം മതേതരം, ഭാവവും പ്രവൃത്തിയും മതേരഥം മതേരഥം. കുറ്റിലാണ്ടിരുന്ന ഞാൻ അറിഞ്ഞതില്ലിതൊന്നുമേ, തെറ്റുവന്നു പോയിടാം തിരുത്തണം തിരിക്കണം, രാമ രാമ വിട്ടു ഞാൻ രാമരായിലെത്തണം, രാഗണം ശരങ്ങൾ വീണ്ടും എൻ്റെ വില്ലെടുക്കണം, രാഗണം ശരങ്ങൾ വീണ്ടും എൻ്റെ വില്ലെടുക്കണം. വാൽമീകിയുടെ ജീവിതത്തിലൂടെ ആധുനിക മനുഷ്യന്റെ ജീവിതം വരച്ചിട്ടൊരു കവിത അല്ലെ? മധുസൂദനൻ നായരുടെ ഈ കവിത എങ്ങനെ ചൊല്ലിയെ നമുക്ക് ചോദിക്കാം. ലക്ഷ്മൺ സർ. അഞ്ജന, സർ, വേടന്റെ ആത്മകഥം എന്ന ഈ കവിതയിൽ നായകൻ കവിയാണ് അല്ലേ? കവി കാടനായിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് കവിയായത്? മരത്തെ ജപിച്ച് രാമനിലെത്തിയിട്ടാണ് അല്ലേ? രാമ 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 രാമ. മരവും രാമനും ഒന്ന് തന്നെയാണ്, മരവും ഈശ്വരനും ഒന്ന് തന്നെയാണ്. മരത്തിൽ നിന്ന് ഈശ്വരനിലേക്ക് ദൂരമില്ല. അമരപ്രഭുവും മരപ്രഭുവും ഒരാൾ തന്നെയാണ്. വലിയ ജ്ഞാനമാണത്. അവിടെ എത്തിയാൽ കൺമുമ്പിൽ നേരത്തെ ആയുധമെടുത്ത ആളാണെങ്കിലും കൺമുമ്പിൽ മറ്റൊരു കാട്ടാളൻ മറ്റൊരു പക്ഷിയെ കൊന്നു വീഴ്ത്തുന്നത് കാണുമ്പോൾ മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച മിഥുനാദേകമവധി കാമമോഹിതം എന്നുച്ചരിക്കേണ്ടി വരും. മതത്തിൽ നിന്ന് ഇതരമായത് മതത്തിൽ രമിക്കുന്നത് പോലെയുള്ള ഒരു കാലത്ത് കവി വീണ്ടും ഉപേക്ഷിച്ച കാട്ടാളന്റെ ആയുധം എടുക്കേണ്ടി വരും എന്നാണ് കവി പറയുന്നത് അല്ലേ? അതൊരു കാലത്തിന്റെ പ്രശ്നമാണ്. ആ കാലത്തെ വളരെ വലിയ, എല്ലാ കാലത്തെയും നായകനാക്കി കവിയെ അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി എന്ന തത്വത്തിലേക്ക് ഉയർത്തുന്നൊരു വലിയ കവിതയാണിത്. മധുസൂദനൻ നായർ വളരെ സൂക്ഷ്മമായിട്ട് ആ കവിത അതിൻ്റെ എല്ലാ സൗന്ദര്യ സത്യസ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ചെത്തിയ ഒരു കവിതയെ അതിൻ്റെ എല്ലാ സൗന്ദര്യവും സത്യവും തിരിച്ചറിയുമാറ് മനോഹരമായിട്ട് അഞ്ജന ആലപിച്ചു. അഭിനന്ദനം. അഞ്ജന സർ, നന്നായി ആലപിച്ചോളെ. നന്ദി സർ. തീർച്ചയായും മധുസൂദനൻ നായർ സാറ് നെയ്യാറിൻ്റെ തീരത്ത് പ്രകൃതിയുമായി അഭിരമിച്ച് ജീവിച്ച് വളർന്ന ഒരു കവിയാണ്. അതുകൊണ്ട് പ്രകൃതിബോധം അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും കൂടിയും കുറഞ്ഞും ഉണ്ടാവും. വിശ്വം ഒരു വിത്തിൽ മയങ്ങി ഉണരുന്നെന്ന സത്യബോധത്തിന് ഈ ആൽമരം സാക്ഷി എന്ന് എഴുതിയ ആളാണ് മധുസൂദനൻ നായർ സാർ. അപ്പോൾ ഈ കവിത, വേടൻ്റെ ആത്മകഥം എന്ന ഈ കവിത എല്ലാ കാലത്തെയും തലമുറ, മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ മക്കളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യത്തെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന കവിതയാണ്. അതിനെ മനോഹരമായി ആലപിച്ചു. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഊർജത്തിലും വ്യത്യസ്തവുമായി ആലപിച്ചു. അഭിനന്ദനങ്ങൾ കേട്ടോ. അഞ്ജന, നായകൻ എന്ന വിഷയത്തിലായതുകൊണ്ട് തന്നെ മാർക്ക് ഇപ്പോൾ പറയില്ല. ഈ ഘട്ടത്തിന്റെ അവസാനം വെളിപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും നന്നായി ചൊല്ലാൻ സാധിച്ചു അല്ലേ? നല്ല അഭിപ്രായങ്ങളും കേട്ടു. അഭിനന്ദനങ്ങൾ. നന്ദി ചേച്ചി.